ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഇനി മുതൽ എന്താണെങ്കിലും ഞാൻ തന്നെ അഖിലിന് ചായ കൊടുത്തിരിക്കുമെന്ന് വന്ദന ഐശ്വര്യയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയമാണ്. അരുന്ധതി ആരെയോ വിളിച്ച് സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന കാര്യവും കൂടാതെ അവർക്ക് വേണ്ടി എക്സ്ട്രാ ഒരു മുറി വേണമെന്നുള്ള കാര്യവുമൊക്കെ പറയുകയാണ്. എന്താണെങ്കിലും പരിപാടിയെല്ലാം കളർഫുൾ ആകണമെന്നും അരുന്ധതി പറയുന്നു. അങ്ങനെ അരുന്ധതി കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വിസ്മയ ചോദിക്കുകയാണ്, അവൾ വരുമോ മമ്മി? എനിക്കിപ്പോഴും തോന്നുന്നില്ല അവൾ വരുമെന്ന്. അവൾ വരുമോളെ, നമ്മൾ ഇത്തവണയെ ദൈവത്തിന് ഇറക്കിയാ കളിച്ചിരിക്കുന്നത്. അവൾ വരാതെ പിന്നെ എവിടെ പോകാനാണെന്ന് അരുന്ധതി ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് അഖില തിരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചായയുമായിട്ട് വന്ദന വരികയാണ്. അഖിലിന് വന്ദന ചായ കൊടുക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അല്ല ശ്യാമ എവിടെ? എടോ, താൻ എപ്പോഴും ശ്യാമയുടെ കയ്യിൽ നിന്നല്ലേ ചായ കുടിക്കുന്നത്? വല്ലപ്പോഴും തൻ്റെ ഈ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കൂടി ചായ വാങ്ങി കുടിക്ക്. ഇല്ലെങ്കിലേ ഞാൻ പിണങ്ങും. തൻ്റെ ഭാര്യയുടെ ഗുരുവാണ് ഞാൻ. ഈ മത്സരത്തിൽ ഭാര്യ ജയിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാണ്. ശരി, ഞാൻ ചായ കുടിക്കാത്ത കാരണം ഇനി ശ്യാമ തോൽക്കണ്ടെന്ന് പറഞ്ഞ് അഖില് വന്ദനയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കുകയാണ്. അതേസമയം അഖിലിനുള്ള ചായയുമായിട്ട് ശ്യാമ അങ്ങോട്ടേക്ക് വരുന്നു. അഖില് വന്ദനയുടെ ചായ കുടിക്കുന്നത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമയെ കണ്ടുവിടാൻ വന്ദന പറയുകയാണ്, ശ്യാമേ, ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ വെച്ച് ഞാൻ വിഷം കലക്കി കൊടുത്താലും എന്താണെന്ന് പോലും ചോദിക്കാതെ അഖില് വാങ്ങി കുടിക്കുമായിരുന്നു. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, തന്റെ ടീച്ചർ ചായ കൊണ്ടുവന്ന് നിർബന്ധിച്ചപ്പോ കുടിക്കാമെന്ന് കരുതി. ഇത് കേൾക്കുന്ന വന്ദന അഖിലിന്റെ കയ്യിലൊന്ന് പിച്ചിട്ട് പറയുകയാണ്, എടാ കള്ള, നീ ഒരു തവണയല്ലേ വേണ്ടെന്ന് പറഞ്ഞോളൂ, പിന്നെ ഞാൻ പറഞ്ഞപ്പോ വാങ്ങി കുടിക്കുകയല്ലായിരുന്നോ? തന്റെ ഈ ടീച്ചറെ കൊണ്ട് തോറ്റല്ലോ ശ്യാമേ. കോളേജിലും ഇത് തന്നെയായിരുന്നു, ഒരേ വാചകമടി. ശ്യാമേ, ഇനി മുതൽ വേണമെങ്കിൽ ഞാൻ തന്നെ അഖിലിന് ചായ കൊടുക്കാം എന്ന് വന്ദന പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അഖിലിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ശ്യാം അകത്തേക്ക് പോകുന്നു. തുടർന്ന് ശ്യാമ പോയതിനു ശേഷം അഖില് ചോദിക്കുകയാണ്, എടോ വന്ദനെ, താൻ എന്തൊക്കെ ഈ പറഞ്ഞത്? അതൊക്കെ ഒരു രസമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് അഖിലകത്തേക്ക് പോകുന്നു. തുടർന്ന് ശ്യാമ ദേഷ്യത്തോടെ കിച്ചണിലേക്ക് പോയിട്ട് ആ ചായ കമത്തി കളഞ്ഞ് ആ കപ്പ് കഴുകി വെക്കുകയാണ്. അങ്ങനെ ശ്യാമ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമൃത വരികയാണ്. ശ്യാമേ, ഞാൻ നിന്നോട് ഇന്നലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? പക്ഷേ അതൊക്കെ നീ തള്ളിക്കളഞ്ഞു. അതൊക്കെ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രമാണ്. വീണ്ടും അതുപോലെ ഒരു കാര്യം പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. എന്താ ഏട്ടത്തി, എന്താ കാര്യം? എന്റെ അനിയൻ അഖിലിനെ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ കളങ്കമില്ലാത്തവനാണ്. എങ്കിലും ഒരു പെണ്ണ് വിചാരിച്ച അവനെ മോശക്കാരനാക്കാനും പറ്റും. എന്താ അമൃതേട്ടത്തി, കാര്യം പറ. മോളെ, നീ സൂക്ഷിച്ചാ നീ ദുഃഖിക്കണ്ട. അത്രയും പറഞ്ഞ് ഇന്നലെ രാത്രി കണ്ട കാര്യങ്ങളൊക്കെ അമൃത ശ്യാമയോട് പറയുകയാണ്. മോളെ, അഖി ഒരു പക്ഷേ നിഷ്കളങ്കമായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ പെണ്ണിനെ സൂക്ഷിക്കണം വന്ദനെ. അവളാള് ശരിയല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അഖിൽ സാർ എന്നോട് പറയുന്നതാ. പിന്നെ എന്തായിരിക്കും ഇതെന്നോട് പറയാതിരുന്നത്? ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാ മോളെ ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നത്. മോള് സൂക്ഷിക്കണം. അത്രയും പറഞ്ഞിട്ട് അമൃത പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് അഖിൽ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. തുടർന്ന് അഖിൽ ഒരുങ്ങുന്നത് നോക്കി കട്ടിലിരുന്നിട്ട് ശ്യാമ പറയുകയാണ്, ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ, ഇപ്പോ കാണാനൊക്കെ ആൾക്കാർ കൂടുതലാണല്ലോ. താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലെന്നും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാൻ എൻ്റെ കണ്ണനോട് പറഞ്ഞോളാം. എനിക്ക് പറയാനും കേൾക്കാനുമൊക്കെ എൻ്റെ കണ്ണൻ മാത്രമേ ഉള്ളൂവല്ലോ എന്നും ശ്യാമ പറയുന്നു. അത്രയും പറഞ്ഞ് ശ്യാമ അവിടെ പിണങ്ങി മാറി നിൽക്കുമ്പോൾ അഖിൽ പറയുകയാണ്, താനേ അതിങ്ങെടുത്തേ. എന്ത്? എൻ്റെ ഓഫീസ് ബാഗ് ഇങ്ങെടുത്തു തരാൻ. കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അയ്യോ, ഇച്ചിരി ഒച്ചത്തി പറഞ്ഞാൽ അവളെ വരുമല്ലോ. ഹായ് അഖിലെന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ അഖിലിന് ബാഗ് എടുത്തു കൊടുക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ഒരു ചായ കൂടെ കിട്ടിയാൽ ഞാൻ കുടിക്കുമായിരുന്നു. ചായ വേണമെങ്കിലേ അവളെ വിളിച്ചാൽ മതിയെന്ന് ശ്യാമ പറയുമ്പോൾ എനിക്ക് ചായ തരാനുള്ള ആളല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അഖില് ശ്യാമയുടെ തോളിൽ കൂടി കൈയിടുമ്പോൾ ശ്യാമ അഖിലിന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അതൊക്കെ മുമ്പായിരുന്നില്ലേ? നമ്മളൊക്കെ ഇപ്പൊ ആരാണോ? നമ്മളെ ഒരു പാവം ശ്യാമയാ, ഒരു പൊട്ടിപ്പെണ്ണ്. ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളുമല്ലോ. പക്ഷേ ഒരു കാര്യം, എന്നെ അങ്ങനെ എപ്പോഴും മണ്ടിയാക്കാമെന്നൊന്നും എല്ലാവരും കരുതണ്ട. എടോ, ആ കുട്ടി ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ അഖിൽ ശ്യാമയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുമ്പോൾ അഖിലിന്റെ കൈ വീണ്ടും തട്ടിമാറ്റിട്ട് ശ്യാമ പറയുകയാണ്, എന്നെ തൊടണ്ട. ഇത് കേൾക്കുന്ന അഖില് വീണ്ടും ശ്യാമയുടെ തോളിലൂടെ കൈയിടുകയാണ്. തുടർന്ന് ശ്യാമ പെട്ടെന്ന് തന്നെ അഖിലിനെ ബെഡിലേക്ക് തള്ളിയിടുന്നു. വേദന എടുക്കുന്നത് പോലെ അഭിനയിച്ച് അഖിലിന്റെ ബോധം മറയുകയാണ്. ഇത് കാണുന്ന ശ്യാമ ആദ്യം വിചാരിക്കുന്നു അഖില് തന്നെ കളിയാക്കുകയാണെന്ന്. എന്നിട്ടും അഖിലിന് ബോധം വരാത്തത് കണ്ട് ശ്യാമ ടെൻഷനോടെ അഖിലിന്റെ അടുക്കലേക്ക് പോയി തട്ടി വിളിക്കുകയാണ്, അഖിൽ സാർ, സാർ ഞാനിതൊക്കെ അറിയാതെ പറഞ്ഞതാ. സാറിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അല്ലാതെ എനിക്ക് സാറിനെ ഒരംശം പോലും സംശയമില്ലെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ടെങ്കിലും അഖില് കണ്ണു തുറക്കുന്നില്ല. തുടർന്ന് ശ്യാമ തന്റെ കണ്ണന്റെ മുന്നിൽ ചെന്ന് പറയുകയാണ്, എന്റെ കണ്ണ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ അഖിൽ സാറിനെ എനിക്കൊരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന അഖില് ശ്യാമയെ ഇടം കണ്ണിട്ട് നോക്കുകയാണ്. എന്നാൽ ശ്യാമ ഇതൊന്നും കാണുന്നില്ല. കണ്ണ, ഞാൻ സാറിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ദേഷ്യമൊക്കെ ഞാൻ അഭിനയിച്ചതാ.
അഖിൽ സാറിന് ഒന്നും വരുത്തല്ലേ കണ്ണാ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുമ്പോൾ അഖിൽ എഴുന്നേറ്റ് ശ്യാമയുടെ പുറകിൽ നിന്നിട്ട് പറയുകയാണ്. ഓഹോ, അപ്പോൾ പറ്റിക്കാൻ വേണ്ടിയായിരുന്നല്ലേ ദേഷ്യമൊക്കെ അഭിനയിച്ചത്? അതേ കൃഷ്ണ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയാ ചെയ്തത്. ഇത് കേൾക്കുന്ന ശ്യാമ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് നോക്കുകയാണ്. പെട്ടെന്ന് അഖിലിനെ കണ്ടിട്ട് ശ്യാമ പറയുകയാണ്, എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ? ഞാനേ എന്തുമാത്രം പേടിച്ചു പോയെന്നറിയാമോ? ഇത് കേൾക്കുന്ന അഖില് തന്റെ ബാഗ് എടുത്തിട്ട് പറയുകയാണ്. താൻ പേടിച്ചു പോയോ? എങ്കിലേ തന്റെ പേടി മാറ്റാൻ ഞാൻ തനിക്കൊരു സാധനം തരാം. അത്രയും പറഞ്ഞിട്ട് അഖില് ശ്യാമയ്ക്ക് തന്റെ ബാഗിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അഖിൽ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ ശ്യാമ കണ്ണാടി നോക്കിയിട്ട് പറയുകയാണ്, കണ്ടില്ലേ എന്തൊരു രൂപമാണെന്ന്. സാറ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചറിനെ കൊണ്ട് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാകും. ടീച്ചർ നല്ല കളറാണല്ലോ. ഇനി എല്ലാം എന്റെ തോന്നലായിരിക്കുമോ? തുടർന്ന് ശ്യാമ തന്റെ കണ്ണനോട് പറയുകയാണ്, ഞാനേ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ, എനിക്ക് നിന്നോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. അത്രയും പറഞ്ഞിട്ട് ശ്യാമ താഴേക്ക് ചെല്ലുമ്പോൾ അമൃത ആഹാരം കഴിക്കുകയായിരുന്നു. അമൃതേട്ടത്തി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അതേസമയം ഇതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഐശ്വര്യയും വന്ദനയും. എന്നെ കാണാനൊന്നും അത്ര പോരല്ലേ? ആ വന്ദന ടീച്ചർ അത്രയൊന്നും ഇല്ലല്ലേ എന്നെ കാണാൻ എന്നൊക്കെ ശ്യാമ ചോദിക്കുമ്പോൾ, എന്റെ ശ്യാമേ, ആ വന്ദനയെക്കുറിച്ച് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെയും നീ എന്തിനാ അവളുടെ കാര്യം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ശ്യാമയോട് അമൃത ചോദിക്കുകയാണ്. ഞാൻ കണ്ടെത്തി വെച്ചേ ഏറ്റവും സുന്ദരി നീ തന്നെയാണെന്ന് അമൃത പറയുമ്പോൾ ശ്യാമ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് തന്റെ മുഖമാകെ നോക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ്. നീ ഇപ്പോഴാണോ കഴിച്ചത് എന്ന് വസുന്ധര അമൃതയോട് ചോദിക്കുമ്പോൾ അതേ അമ്മയെന്ന് പറഞ്ഞ് അമൃത തന്റെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ തന്റെ മുറിയിലേക്ക് പോകുന്ന വസുന്ധര ശ്യാമയെ ശ്രദ്ധിക്കുകയാണ്. ശ്യാമയെ തന്നെ നോക്കി നിൽക്കുന്ന വസുന്ധരയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.